അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ഭൂമി പൂജ നാളെ നടക്കാനിരിക്കെ പ്രതികരണവുമായി എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരികമായ ഒത്തുചേരലിനും വഴിവെക്കുമെന്നാണ് പ്രിയങ്കയുടെ പ്രതികരണം. ഇന്ത്യൻ സംസ്കാരത്തിൽ ശ്രീരാമന്റെയും സീതയുടെയും രാമായണത്തിന്റെയും ആഴമേറിയതും മായാത്തതുമായ അടയാളങ്ങളുണ്ട്. ധൈര്യവും ത്യാഗവും ലാളിത്യവും പ്രതിബദ്ധതയുമാണ് രാമൻ എല്ലാവർക്കും ഒപ്പമുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പ്രസ്താവനയിൽ പറഞ്ഞു. രാജസ്ഥാനിലെ ജയ്സാൽമേറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിയങ്കയുടെ പ്രസ്താവന കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാല വായിച്ചു. രാമക്ഷേത്ര നിർമ്മാണത്തിലെ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. നാളെ പാണക്കാട്ട് ലീഗിന്റെ അടിയന്തര യോഗം ചേരും. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ഇത് ലീഗിന്റെ അതൃപ്തി അതവർ പരസ്യമാക്കാൻ തന്നെയാണോ സാധ്യത? കാരണം പ്രിയങ്കയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായും രഞ്ജിത്ത്, അവർക്ക് മുസ്ലിം ലീഗിന് പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തിരുത്തൽ നടത്തണം എന്നൊരു പരസ്യമായ ഒരു പ്രസ്താവന നടത്താതെ തരമില്ല. കാരണം വലിയ പ്രതിസന്ധിയിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പെട്ടിരിക്കുന്നു. 92-ൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇതേ സമാനമായ ഒരു പ്രതിസന്ധി മുസ്ലിം ലീഗിൽ ഉടലെടുത്തിരുന്നു. അതിന് സമാനമാണ് ഇപ്പോൾ വീണ്ടും മുസ്ലിം ലീഗ് ഒരു പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്നത്. കാരണം അന്ന് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്താണ്, നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്താണ് പള്ളി മസ്ജിദ് തകർക്കപ്പെടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് സർക്കാരിൽ നിന്നും രാജിവെച്ച് ഇറങ്ങി വരണമെന്ന വലിയ ആവശ്യം മുസ്ലിം ലീഗിന് നേരെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് നേരിടേണ്ടി വന്നിരുന്നു. അന്നാണ് പിളർപ്പ് പോലും മുസ്ലിം ലീഗിൽ INL എന്ന രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായി വരുന്നത്. സമാനമായ ഒരു സാഹചര്യം വീണ്ടും മുസ്ലിം ലീഗ് നേരിടുന്നു, മുഖാമുഖം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി ഇപ്പോൾ നേതാക്കന്മാർ നേരിടുന്നത്. ലീഗിലെ പ്രശ്നം അത് പരസ്യമാകാനുള്ള സാഹചര്യമുണ്ട്. അവരുടെ അഭിപ്രായം അത്തരത്തിൽ തന്നെ നാളെ ഒരു പക്ഷേ തുറന്ന് പറഞ്ഞേക്കും എന്നും മുഹമ്മദ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയങ്ക ഗാന്ധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് VT ബൽറാം MLA ഭൂമി പൂജ ദേശീയ ഐക്യത്തിനുള്ള അവസരമാണെന്ന അഭിപ്രായമില്ലെന്ന് ബൽറാം ന്യൂസ് 18 പറഞ്ഞു. ആ നിലയ്ക്കുള്ള ഒരു വിഷയമായിട്ട് ഞാൻ നോക്കിക്കാണുന്നില്ല. ദേശീയ ഐക്യത്തിന് വഴിവെക്കും എന്നുള്ള അഭിപ്രായം ഏതായാലും എനിക്കില്ല. കാരണം ഇത് സംഘപരിവാറിന്റെ ഒരു അജണ്ടയായിട്ട് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അഖിലേന്ത്യാ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ആദ്യ 100 റാങ്കുകാരിൽ 10 മലയാളികൾ ഉൾപ്പെടുന്നു. 5ാം റാങ്ക് മലയാളിയായ CS ജയദേവിനാണ്. പ്രദീപ് സിംഗിനാണ് 1ാം റാങ്ക്. 829 പേരാണ് ഇത്തവണ സിവിൽ സർവീസിന് യോഗ്യത നേടിയത്.